ഹരിത വിപ്ലവം എല്ലാവർക്കും അറിയാം, ഭക്ഷ്യോൽപാദനവും. ധവള വിപ്ലവം ഏതാണ്? പാലും പാലുൽപ്പന്നം. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാണ്? 1970 അല്ലെ. നിലവിലെ സിഇഒയുടെ പേര് BVR സുബ്രഹ്മണ്യം. വെരി വെരി ഇമ്പോർട്ടന്റ്. പുതിയ ആൾക്കാർ അതൊന്ന് പഠിച്ചേക്കണം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം. ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബറി. ഇത് രണ്ടും ഉറപ്പായിട്ട് പഠിച്ചു നോക്കണേ. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഇന്ന് തുടങ്ങാം. നമ്മൾ ഇതുവരെ 6 ടോപ്പിക്കുകളാണ് പഠിച്ചത്. മനസ്സുകൊണ്ട് പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റിവിഷൻ ഒക്കെ നടത്തുന്നു. ഒത്തിരി പേരുടെ മെസ്സേജുകൾ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വന്നത്. കാരണം നല്ല രീതിയിൽ റിവിഷൻ നടത്തുന്ന കുറേ പേരുണ്ട്. ആ ഒരു മനസ്സിലേക്ക് ഇനി എന്ത് നെഗറ്റീവ് വന്നാലും അതെല്ലാം കളഞ്ഞേരെ. കാരണം ഇനി മുമ്പിൽ പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് എങ്ങനെയും നേടണം, ഒരുവിധം മാക്സിമം മാർക്ക് ഒപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോവുക. വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭരണഘടന നല്ലോണം ശ്രദ്ധിക്കണം. കേരളം ഭരണപരിഷ്കാരം, അതുപോലെ സുപ്രധാന നിയമം, എക്കണോമിക്സ്, ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. ലോക്പാൽ, ലോകായുക്ത, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, UPSC, ഇതൊക്കെ ഉണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി, പോക്സോ ആക്ട്, ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യണം. കാരണം ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ നടന്ന പരീക്ഷയ്ക്കൊന്നും അധികം ഇത് ചോദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ LDCക്കൊക്കെ അത് ചോദിക്കാം. അതുകൊണ്ട് ചിലവർ ഇങ്ങോട്ടൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പോക്സോ ആക്ടോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയോ അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇതൊന്നും അങ്ങനെ ചോദിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അങ്ങനെയുള്ളതിന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നാ വന്നത്, ആ കമ്മീഷനിൽ ഏതൊക്കെ പരാതി, എത്ര എമൗണ്ടിന് മേളിലുള്ള പരാതിയാണ് കൊടുക്കേണ്ടത്, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, ഗ്രീൻ അലർട്ട്, അത് വന്നതെന്ന്, കേരളത്തിൽ വന്നതെന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പൊ അത് മെയിൻ കാര്യങ്ങളൊന്ന് വായിച്ചു വിട്ടേരെ കേട്ടോ. അതുപോലെ എക്കണോമിക്സിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ. നവസാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചും അവയുടെ പ്രത്യേകത. സാധാ ചിലവര് പഞ്ചവത്സര പദ്ധതിയും അല്ലെങ്കിൽ ആ മേഖലകളും മാനവ വികസന സൂചിക ഒക്കെ മാത്രമേ പഠിച്ചു വെക്കത്തുള്ളൂ. ആസൂത്രണ കമ്മീഷൻ, നീതി ആയോഗിന്റെ ധർമ്മങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അതുപോലെ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഇപ്പം പുതിയതായിട്ട് 12 ബാങ്കുകൾ, SBIയിൽ ഏതൊക്കെ ബാങ്ക് ലയിച്ചു, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഏതൊക്കെ ലയിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, അത് ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. എന്ന് കുറെ കോശം മാത്രം ഞാൻ തീർന്നു, ടോപ്പിക് എല്ലാം കവർ ചെയ്തു എന്ന രീതിയിൽ ഇരിക്കാതെ ഇച്ചിരി കൂടുതൽ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 27, 23, 22 കാലഘട്ടങ്ങളിൽ നടന്ന പരീക്ഷയുടെ ഒരു ചോദ്യ പേപ്പർ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന LDC പരീക്ഷയുടെ ചോദ്യ പേപ്പറും, അതുപോലെ പ്രിലിംസ്, മെയിൻസ് ചോദ്യ പേപ്പർ, ഇപ്പൊ എത്രയോ ചോദ്യ പേപ്പർ നടന്ന ഒരു 10th ലെവൽ 12th ലെവൽ പരീക്ഷയുടെ എല്ലാ ചോദ്യ പേപ്പറും മാക്സിമം ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ചോദ്യ പേപ്പർ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം വിഷമിക്കാന്നല്ല, നിങ്ങളെ പ്രതീക്ഷിച്ച് ഒത്തിരി പേരിരിക്കുന്നില്ലേ. ആൺകുട്ടികളെയൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയും, ആ അമ്മയൊക്കെ പലപ്പോഴും നിങ്ങളെ കൺകുളർന്ന് നിങ്ങൾ പഠിക്കുന്നതൊക്കെ കാണിയായിരിക്കും, മോന് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന്. അതുപോലെ ഹസ്ബൻഡുമാര്, അവള് പഠിക്കുന്നുണ്ട്, അവളെ വലിയ ശല്യപ്പെടുത്തണ്ട, പരീക്ഷ അടുത്ത് കഴിഞ്ഞു, മക്കളോടായാലും പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നതായിരിക്കും. അവർക്ക് ഒത്തിരി പരീക്ഷ പഠിക്കുകയായിരിക്കും, നിങ്ങൾ വലിയ ശല്യപ്പെടുത്താതിരിക്കെ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹസ്ബൻഡുമാര് സഹായിക്കുന്ന കാര്യങ്ങൾക്കാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ പ്രതീക്ഷ അവരെ കൊടുക്കുക അങ്ങനെയല്ല, നിങ്ങൾക്കൊരു ആവശ്യകതയിലൂടെ ജോലി എന്നുള്ളത്. അപ്പൊ എന്ത് വന്നാലും അത് നേടുക, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ് ജോലി കയറിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ പഠിത്ത സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കുക. എന്നത്തെ പോലെ ഇങ്ങനെ വെറുതെ വായിച്ചു പഠിക്കാതെ ഓപ്ഷനിലൂടെ കട്ട് ചെയ്യുന്ന ഈ സ്റ്റേറ്റ് കുറെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ഒരു 4-5 ചോദ്യങ്ങളെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് വന്നാൽ കട്ട് ചെയ്യാം. ഇപ്പൊ അധികം സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നില്ല, എന്നാലും ഒരു 10-15 സ്റ്റേറ്റ്മെന്റ് വന്നാൽ പോലും നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്യാം. ബാക്കി 1 വേർഡുകൾ. കറണ്ട് അഫേഴ്സ് ശ്രദ്ധിച്ചോണേ. കറണ്ട് അഫേഴ്സ് ഓക്കെ, വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കൊന്ന് റിവിഷൻ നടത്തിയാൽ എന്ന് കുറച്ച് റിവിഷനിലേക്ക് പോവാം. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ 10 ടോപ്പിക്കാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 10 ടോപ്പിക്കുകൾ. ഒത്തിരി നല്ല കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആ 10 ടോപ്പിക്ക് തീർന്നിട്ട് റിവിഷൻ കൊണ്ടുവരാൻ, ചിലപ്പോൾ അവസാനം പെട്ടുപോയാലോ. നോക്കേ, 10 ടോപ്പിക്കിൽ ഒന്നാമത്തത് ശാസ്ത്രീയ കൃഷി രീതികൾ. ഒരുവിധം പരീക്ഷയ്ക്ക് സ്കൂൾ ടെസ്റ്റിലും ഒക്കെ ഉള്ളതല്ലേ, PC കൾച്ചർ, AP കൾച്ചർ അല്ലെ. കാർഷിക വിപ്ലവങ്ങൾ, അതും നിങ്ങളുടെ LDCക്ക് ചോദിക്കുന്നേ. ചേരുംപടി ചേർക്കാനൊക്കെ നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെടുന്നു. അതുപോലെ നീതി ആയോഗ്, വന്ദേ ഭാരത് എക്സ്പ്രസ് ഒന്ന് എഴുതിയതാ, ചിലപ്പോ ഇനി ചോദിച്ചു പോയാലോ, ചിലപ്പോൾ ചിലവർ വിട്ടുപോയിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ചോദിച്ചാലോ. രാസമാറ്റം, ഭൗതിക മാറ്റം, കുറച്ച് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഉത്തരയാന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ, വെരി വെരി ഇമ്പോർട്ടന്റ്. ദ്വിമണ്ഡല സഭയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, അതും പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ 2027 ബഡ്ജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് ഖാരിഫ് റാബി വിളകളെ കുറിച്ച് ചോദിക്കും. മലയാള പത്രങ്ങളെ കുറിച്ച് ചോദിക്കും. ഒരുവിധം 10 ടോപ്പിക്ക് നല്ല ക്വസ്റ്റ്യനുകളാണ്. നമുക്ക് ആദ്യമേ അത് നോക്കിയിട്ട് റിവിഷൻ കൊണ്ടുവരാം. ഓക്കെ, ശാസ്ത്രീയ കൃഷി രീതികൾ എളുപ്പമാണല്ലോ. ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ ഒലേറി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെടുന്നു? പച്ചക്കറി കൃഷി അല്ലെ, പച്ചക്കറിയുമായി ബന്ധപ്പെട്ടതാണ് ഒലേറി കൾച്ചർ എന്ന് പറയുന്നത്. പച്ചക്കറി. സെറി കൾച്ചർ എന്താണ്? സെറി കൾച്ചർ പട്ടുനൂൽ പുഴു ആണ് സെറി കൾച്ചർ. മുഖ എന്ന് പറയുന്ന സിൽക്ക് എവിടാണെന്ന് ഞാൻ ഇന്നാൾ പറഞ്ഞു തന്നായിരുന്നു അല്ലെ. മുഖ ആസാമിലാണ് കേട്ടോ. ആസാമിലെ പട്ടുനൂൽ സിൽക്കിന്റെ പേരാണ് മുഖ എന്ന് പറയുന്നത്. സിൽക്ക് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. പട്ട് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കർണാടക. സ്വർണം കർണാടകയാണ്, കാപ്പി കർണാടകയാണ്, ചോളം കർണാടകയാണ്, കുരുമുളക് കർണാടകയാണ്, സ്വർണം കർണാടകയാണ് അല്ലെ. കാപ്പി, സ്വർണം, കുരുമുളക്, അതുപോലെ പട്ട്, സൂര്യകാന്തി ഏറ്റവും കൂടുതൽ കർണാടകയാണ്. ആന ഏറ്റവും കൂടുതൽ ഉള്ളത് കർണാടകയിലല്ലേ? ആന ഏറ്റവും കൂടുതൽ ഉള്ളത് കർണാടക. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകയിലല്ലേ? അത് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കർണാടക. ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി ഏതാ? ബാംഗ്ലൂര് അല്ലെ. ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്ന് വിളിക്കുന്നത് ബാംഗ്ലൂര്. പാരഡൈസ് അല്ലെ, ഇന്ത്യയുടെ പാരഡൈസ് എന്ന് വിളിക്കുന്നതും അതുപോലെ ഇലക്ട്രോണിക് സിറ്റി എന്നൊക്കെ വിളിക്കുന്നത് ബാംഗ്ലൂരിനെയാണ്. ഓർത്ത് വെച്ചിരിക്കണേ. പിന്നെ ഒത്തിരി നല്ല ചോദ്യമുണ്ട്. ഈ കർണാടകയിൽ തന്നെ മൈസൂരിന്റെ ശില്പി, ആധുനിക മൈസൂരിന്റെ ശില്പി വിശ്വേശ്വരയ്യയാണ്. അതുപോലെ നമ്മുടെ മൈസൂരിൻ്റെത് ടിപ്പു സുൽത്താന്റെ ശ്രീരംഗപട്ടണ ഉടമ്പടി പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ശ്രീരംഗപട്ടണ ഉടമ്പടി ഏത് വർഷമാണ്? 1792. ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ന് പറഞ്ഞാൽ 3ാം മൈസൂർ യുദ്ധമാണ്. 4ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു. 1799 ടിപ്പു കൊല്ലപ്പെടുന്നു. 3ാം മൈസൂർ യുദ്ധമാണ് 1792 കേട്ടോ. അതിനെയാ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നറിയപ്പെടുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ ഈ നമ്മുടെ കർണാടകയിലെ പ്രധാനപ്പെട്ട നദി കാവേരി നമ്മൾ പഠിക്കാറുണ്ട്. കാവേരി തഞ്ചാവൂരിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി കാവേരിയാണ് കേട്ടോ. തഞ്ചാവൂരിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? കാവേരി. കൃഷ്ണ നദി അതും നമ്മൾ പഠിക്കാറില്ലേ? കൃഷ്ണ നദിയെ കുറിച്ച് വിജയവാഡയുടെ തീരത്തൂടി ഒഴുകുന്ന നദി കൃഷ്ണ നദിയാണ്. വിജയവാഡയുടെ. ഈ ഹംപിയുടെ തീരത്തൂടി ഒഴുകുന്ന നദി അറിയാമോ? ഹംപി, തുംഗഭദ്ര. ഹംപിയുടെ തീരത്തൂടി ഒഴുകുന്നത് തുംഗഭദ്ര. വിജയവാഡയുടെ തീരത്തൂടി ഒഴുകുന്നത് ഏതാണ്? വിജയവാഡയുടെ ആകുമ്പോ കൃഷ്ണ. അയോധ്യയുടെ തീരത്തൂടിയോ? സരയു. അയോധ്യയുടെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? സരയു ആണ്. നമുക്ക് തിരിച്ചു വരാം. അത് സെറി കൾച്ചർ പട്ടുനൂല് അല്ലെ. മുഗാ സിൽക്ക് തെറ്റിപ്പോരുത്. എപ്പി കൾച്ചർ എന്താണ്? തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ. വിറ്റി കൾച്ചർ മുന്തിരിയാണ്. വിറ്റി കൾച്ചർ വെരി വെരി ഇമ്പോർട്ടന്റ്. മുന്തിരി അല്ലെ, മുന്തിരിയാണ് വിറ്റി കൾച്ചർ. ഇന്ത്യയുടെ മുന്തിരി നഗരം ഏതാണെന്നറിയാമോ? ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക് ആണ്. നാസിക്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂരാണ്. ഇന്ത്യയുടെ മുന്തിരി നഗരം ഏതെന്ന് ചോദിച്ചാൽ നാസിക് ആണ്. നാസിക്കിന്റെ തീരത്തൂടി ഒഴുകുന്ന നദിയാണ് ഗോദാവരി. നാസിക്കിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? ഗോദാവരി എന്ന് വിളിക്കുന്നു. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, നാസിക് ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് ഒക്കെ നാസിക്കിലാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ നാസിക് ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നുണ്ട്. അപ്പം മുന്തിരി നഗരം എന്നറിയപ്പെടുന്നു. അപ്പൊ വിറ്റി കൾച്ചറാണ് മുന്തിരിയുമായി. വെർമി കൾച്ചർ മണ്ണിര കേട്ടോ. വെർമി കൾച്ചർ ഏതാ? മണ്ണിര. സിൽവി കൾച്ചർ വനപരിപാലനം. സിൽവി ഏതാണ്? വനപരിപാലനം. കൂണി കൾച്ചർ മുയൽ വളർത്തൽ. അതും പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാ. 8ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലുള്ളതാ. കൂണി കൾച്ചർ മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ ആണ് കൂൺ വളർത്തൽ. അപ്പൊ ഒലേറി പച്ചക്കറി, സെറി പട്ടുനൂല്, എപ്പി കൾച്ചർ തേനീച്ച, വിറ്റി കൾച്ചർ മുന്തിരി, വെർമി കൾച്ചർ മണ്ണിര, സിൽവി കൾച്ചർ വനപരിപാലനം, കൂണി കൾച്ചർ ഏതാണ്? മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ ഏതാ? കൂൺ വളർത്തലാണ് മഷ്റൂം. പിസി കൾച്ചർ ഏതാ? പിസി കൾച്ചർ മത്സ്യകൃഷി. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. പിസി കൾച്ചർ ഏതാണ്? മത്സ്യകൃഷി. മോറി കൾച്ചർ മൾബറി. ഒരു പരീക്ഷയ്ക്ക് മാരി കൾച്ചർ ചോദിച്ചു. കടൽ വിഭവങ്ങൾ, കടൽ മത്സ്യങ്ങൾ ഇതൊക്കെയുമായി ബന്ധപ്പെട്ടതാ മാരി കൾച്ചർ. ഏവി കൾച്ചറും പഠിച്ചേരെ. പക്ഷി. ഏവി കൾച്ചർ ഏതാണ്? പക്ഷിയാണ്. ഹോർട്ടിക്കൾച്ചർ അറിയാലോ, പഴം പച്ചക്കറി അല്ലെ. ഫ്ലോറികൾച്ചർ എന്താണ്? ഫ്ലോറികൾച്ചർ പൂക്കൾ കൃഷി. ഫ്ലോറികൾച്ചർ എന്ന് ചോദിച്ചാൽ പൂക്കൾ കൃഷിയാണ്. പഴം പച്ചക്കറിയാണ് ഹോർട്ടിക്കൾച്ചർ. അപ്പൊ ഫ്ലോറികൾച്ചർ പൂക്കള്, ഏവി കൾച്ചർ പക്ഷി, മാരി കൾച്ചർ കടൽ വിഭവങ്ങൾ, മോറി മൾബറി, പിസി മത്സ്യം. കിട്ടുമല്ലോ. ഒരുവിധം കൊച്ചു ക്വസ്റ്റ്യനുള്ള ഒരു 2 മിനിറ്റോ അല്ല 5 മിനിറ്റോ എടുത്ത് പഠിച്ചങ്ങ് സെറ്റാക്കി വെച്ചിരിക്കുക. അടുത്ത നോക്കേ. അടുത്തത് കാർഷിക വിപ്ലവങ്ങൾ. അതും പരീക്ഷയ്ക്ക് ആവർത്തിക്കാം. LDC പരീക്ഷയ്ക്ക് ചേരുംപടി ചേർക്കാനോ തെറ്റായ ജോഡി ഏതെന്ന് ചോദിക്കാനോ ഒക്കെ ചോദിക്കും. നീല വിപ്ലവം മത്സ്യങ്ങൾ, ആൽഗകൾ എന്നിവയുടെ ഉൽപാദനം കേട്ടോ. ബ്ലൂ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെടുന്നത്? മത്സ്യങ്ങൾ, ആൽഗകൾ എന്നിവയുടെ ഉൽപാദനം. ഹരിത വിപ്ലവം എല്ലാവർക്കും അറിയാം, ഭക്ഷ്യോൽപാദനവും. ധവള വിപ്ലവം ഏതാണ്? പാലും പാലുൽപ്പന്നം. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാണ്? 1970 അല്ലെ. 70 ഏതാ? ഓപ്പറേഷൻ ഫ്ലഡ്. 1970 ഓപ്പറേഷൻ ഫ്ലഡ് ആണ് ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടത്. ഹരിത വിപ്ലവം നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലല്ലേ വന്നത്. ഒന്നാം കാലഘട്ടം എന്ന് വിളിക്കുന്നത് 1965 മധ്യം മുതൽ 75 മധ്യം വരെ, രണ്ടാം കാലഘട്ടം 75 മധ്യം മുതൽ 85 മധ്യം. അപ്പൊ ധവള വിപ്ലവം പാലും പാലുൽപ്പന്നമാണ്. രജത വിപ്ലവം എന്താണ്? രജത വിപ്ലവം സിൽവർ റവല്യൂഷൻ, മുട്ട ഉൽപാദനം അല്ലെ. സിൽവർ റവല്യൂഷൻ ഏതാണ്? മുട്ട. സിൽവർ ഫൈബർ വിപ്ലവവും ഉണ്ട്, അത് പരുത്തിയുമായി ബന്ധപ്പെടുന്നതാ. ഇത് സിൽവർ പഠിക്കുക. സിൽവർ വിപ്ലവം മുട്ട ഉൽപാദനമാണ് കേട്ടോ. മുട്ട ഉൽപാദനം രജത. മഞ്ഞ വിപ്ലവം മറന്നുപോരുത്, എണ്ണക്കുരു. അപ്പൊ നീല വിപ്ലവം മത്സ്യങ്ങളും ആൽഗകളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ഉൽപാദനം. ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദനം. ധവള വിപ്ലവം പാലുൽപ്പന്നം. രജത വിപ്ലവം അഥവാ സിൽവർ റവല്യൂഷൻ മുട്ട ഉൽപാദനം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരു. അവസാനത്തെ രണ്ടെണ്ണം വെരി വെരി ഇമ്പോർട്ടന്റ്. അടുത്ത നോക്കെ, ബ്രൗൺ വിപ്ലവം എന്ന് വിളിക്കുന്നത് രാസവളങ്ങളും തുകലുമാണ്. ബ്രൗൺ വിപ്ലവം രാസവളങ്ങളും തുകലും. ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം. ഗ്രേ വിപ്ലവം ഏതാ? ഭവന നിർമ്മാണമാണ് ഗ്രേ. പിങ്ക് വിപ്ലവം മരുന്ന്. പിങ്ക് വിപ്ലവം ഏതാ? മരുന്ന് ഉൽപാദനം. കറുത്ത വിപ്ലവം പെട്രോളിയം നമുക്ക് പറയാം. കറുത്ത പെട്രോളിയം, കൽക്കരിയും പറയുന്നതിന് തെറ്റില്ല. പെട്രോളിയം ഉൽപാദനം. ചുവന്ന വിപ്ലവം മാംസം, തക്കാളി. സ്വർണ്ണ വിപ്ലവം പഴം, പച്ചക്കറി. സ്വർണ്ണ വിപ്ലവം ഏതാ? പഴം, പച്ചക്കറി. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് മഴവിൽ വിപ്ലവം ചോദിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനമാണ് മഴവിൽ വിപ്ലവം. നമുക്കൊന്നും കൂടെ നോക്കാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നീല വിപ്ലവം ഏതാണ്? മത്സ്യങ്ങൾ, ആൽഗകൾ എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടത് നീല വിപ്ലവം. ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദനം. ധവള വിപ്ലവം പാലുൽപ്പന്നം. രജത വിപ്ലവം മുട്ട. രജത ഏതാ? മുട്ട. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുവാണ്. മഞ്ഞ വിപ്ലവം ഏതാണ്? എണ്ണക്കുരുവാണ്. ബ്രൗൺ വിപ്ലവം രാസവളങ്ങളും തുകലും. ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം. പിങ്ക് വിപ്ലവം മരുന്നുൽപാദനം. പിങ്ക് വിപ്ലവം തട്ടിപ്പോരുതേ. ബ്രൗണും ഗ്രേയും പലപ്പോഴും ഹാളിയിരുന്ന് തെറ്റുന്നവരുണ്ട്. ബ്രൗണ് രാസവളങ്ങളും തുകലും, ഗ്രേ ഭവന നിർമ്മാണം. പിങ്ക് വിപ്ലവം മരുന്ന് നിർമ്മാണം ഉൽപാദനം. കറുത്ത വിപ്ലവം പെട്രോളിയം ഉൽപ്പന്നം. ചുവന്ന വിപ്ലവം മാംസം, തക്കാളി. സ്വർണ്ണ വിപ്ലവം പഴം, പച്ചക്കറി. കിട്ടുമല്ലോ. അടുത്ത നോക്കേ, മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ളത്. ഈ സ്വർണ്ണ വിപ്ലവം ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. സ്വർണ്ണ വിപ്ലവം ഏതാണ്? സുവർണ വിപ്ലവം പഴം, പച്ചക്കറി മേഖലകളിലായിരുന്നു. ഓക്കെ, കാർഷിക മേഖലയിലെ മൊത്തത്തിൽ ചോദിച്ചാൽ മഴവിൽ വിപ്ലവം. അടുത്തത് അതും സിമ്പിൾ ആയതുകൊണ്ട് വിട്ടു. ഇനി നീതി ആയോഗിനെ കുറിച്ചൊന്ന് നോക്കാം നമുക്ക്. നീതി ആയോഗ് നിലവിൽ വന്നതെന്ന 2015 ജനുവരി 1. 1950 മാർച്ച് 15 വന്ന ആസൂത്രണ കമ്മീഷനാണ് എന്തായിട്ട് മാറിയത്? നീതി ആയോഗ്. PSC പരീക്ഷയ്ക്ക് ചോദിച്ചു മടുത്ത്, ഇനി അവർക്ക് ചോദിക്കാൻ വയ്യ. അതായത് പോലീസ് പരീക്ഷയ്ക്കും ചോദിച്ചു, ഏത് പരീക്ഷയ്ക്കും നീതി ആയോഗ് വന്ന വർഷമുണ്ട്. അതുകൊണ്ട് ആ ഡേറ്റ് തെറ്റാതെ അങ്ങ് പഠിച്ചേരെ. 2015 ജനുവരി 1. പൂർണ്ണ രൂപമൊക്കെ അറിയാലോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ആണ് ഇന്ത്യ ആയോഗ്. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഇതൊരു ഉപദേശക സമിതിയാണ് കേട്ടോ. ഇത് അഡ്വൈസറി ബോഡി തന്നെ. അജയ് ജിബ്ബറിന്റെ ശുപാർശ പ്രകാരമാണ് നിലവിൽ വന്നത്. അപ്പൊ നീതി ആയോഗ് നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? അജയ് ജിബ്ബറിന്റെ ഇതിനെ വിളിക്കുന്ന രണ്ട് പേരുകളാണ്. പോളിസി കമ്മീഷൻ എന്നും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെ വിളിക്കുന്നത് നീതി ആയോഗിനെയാണ്. അപ്പൊ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്തിനാണ്? നീതി ആയോഗ്. അജയ് ജിബ്ബറിന്റെ ശുപാർശയിലാണ് നിലവിൽ വന്നത്. എന്നാ വന്നത്? 2015 ജനുവരി 1. ഇതൊരു ഉപദേശക സമിതിയാണ്. അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും അല്ലെ. ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെയൊക്കെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ഇതിന്റെ ഉപാധ്യക്ഷനെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഒക്കെ നിയമിക്കുന്നത്. 2023 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്ന ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണ്. നീതി ആയോഗ് ആരംഭിച്ച പദ്ധതിയുടെ പേര് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ 2023 പദ്ധതിയാണ് കേട്ടോ. 24 ഇനി പുതിയ പദ്ധതി വരും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയും UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഓർത്തു വെക്കണേ. നിലവിലെ സിഇഒയുടെ പേര് BVR സുബ്രഹ്മണ്യം. വെരി വെരി ഇമ്പോർട്ടന്റ്. പുതിയ ആൾക്കാർ അതൊന്ന് പഠിച്ചേക്കണേ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം. ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബറി. ഇത് രണ്ടും ഉറപ്പായിട്ട് പഠിച്ചു നോക്കണേ. നിലവിലെ സിഇഒ BVR സുബ്രഹ്മണ്യം, ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബറി. ആദ്യ ഉപാധ്യക്ഷൻ നരേന്ദ്രമോദി. ആദ്യവും ഇപ്പോഴും എല്ലാ അധ്യക്ഷൻ ആരാ? ആദ്യത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണല്ലോ. അധ്യക്ഷൻ നരേന്ദ്രമോദി. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ അല്ലെ. അരവിന്ദ് പനഗരിയ. ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ കുള്ളറാണ്. സിന്ധുശ്രീ കുള്ളറാണ് ആദ്യത്തത് ചോദിച്ചത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഭരണസമിതി അംഗങ്ങളെയും കൂടെ ഒന്ന് വായിച്ചു വെച്ചേക്കണേ. ഭരണസമിതി അംഗങ്ങൾ
പ്രധാനമന്ത്രി എപ്പോഴും ചെയർപേഴ്സൺ ആയിരിക്കും. പിന്നെ ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും. ചീഫ് എക്സിക്യൂട്ടീവ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടാവും. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിയെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടാവണം, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന 4 അനൌദ്യോഗിക അംഗങ്ങൾ, ചിലപ്പോൾ 5 വരെ ആവാം, കഴിഞ്ഞ പ്രാവശ്യം 4 പേരെ ഉള്ളായിരുന്നു. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന 4 അനൌദ്യോഗിക അംഗങ്ങൾ, അത് കേന്ദ്രമന്ത്രിമാരാവും കേട്ടോ. 4 മുഴുവൻ സമയ അംഗങ്ങൾ വരാം. പ്രധാന സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരമാവധി 2 താൽക്കാലിക അംഗങ്ങൾ. ഇത് പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. സ്റ്റേറ്റ്മെന്റിൽ എങ്ങാണ്ട് വന്നാലോ 4 മുഴുവൻ സമയ അംഗങ്ങൾ ഉണ്ടാകണം. പ്രധാന സർവകലാശാല, ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരമാവധി 2 താൽക്കാലിക അംഗങ്ങൾ. പ്രത്യേക ക്ഷണിതാക്കളും ഉണ്ടായിരിക്കണം. ഇത്രയാണ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അതൊന്ന് നാക്ക് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണേ. അതും നല്ലൊരു പോയിന്റ് ആയിട്ട് ചോദിക്കാം. ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ, പ്രധാനപ്പെട്ട ഈ കണ്ട ഓരോ ബുക്കുകളിലൊക്കെ കണ്ട റിസർച്ച് ചെയ്തത് ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വരിയായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ എല്ലാ ബുക്കുകളിലോ അല്ലെങ്കിൽ എല്ലാ സാറുമാരും പഠിപ്പിക്കുന്ന തന്നെ, ഞാനും അത് തന്നെ ഇങ്ങോട്ട് തന്നത്. എന്നാലും നിങ്ങൾ പുതിയ ആൾക്കാർ വല്ലതും പഠിക്കാൻ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു വിട്ടേക്കണം. കാണാപ്പാഠം പഠിക്കേണ്ടതേ, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതങ്ങ് കിട്ടും. മുൻഗണന നൽകേണ്ട ദേശീയ വികസന ലക്ഷ്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സജീവ സഹകരണം നിലനിർത്തിക്കൊണ്ട് വികസന ലക്ഷ്യം, ഇതാണ് ഒന്നാമത്തത്. അതായത് ദേശീയ മുൻഗണന നൽകേണ്ട കുറെ ഭാഗങ്ങളുണ്ടല്ലോ, അത് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സജീവ സഹകരണം നിലനിർത്തിക്കൊണ്ട് വികസന ലക്ഷ്യമാണ് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം. രണ്ടാമത്തത് അന്താരാഷ്ട്ര വിദഗ്ധരുടെ സഹകരണത്തോടെ വ്യാവസായിക ഉന്നമനത്തിന് സാഹചര്യം ഒരുക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക കേട്ടോ. വ്യവസായ സേവന മേഖലയിൽ കൂടുതലും പ്രൈവറ്റ് ആയിട്ടോ കണ്ട് സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, നല്ലൊരു പോയിന്റാണ്. ദീർഘകാല വികസന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക കേട്ടോ. ദീർഘകാല വികസന തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കേണ്ടത്. കുറ്റമറ്റ രീതിയിൽ അത് നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയും അവയുടെ പുരോഗതിയെ നിരീക്ഷിച്ച് അവ നൽകുന്ന അനുഭവ പാഠങ്ങളിലൂടെ നിർവഹണ ഘട്ടത്തിലെ പിഴവുകൾ തിരുത്തി സമ്പദ് വ്യവസ്ഥയെ ഉൽപാദനക്ഷമതമാക്കുക. പോയിന്റ് നല്ലൊരു പോയിന്റ് അല്ലേ. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കി മാറ്റുക, നല്ലത്. നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്കി മാറ്റുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുക. കാർഷിക മേഖലയിൽ കണ്ടോ, ഈ പോയിന്റ് ശ്രദ്ധിച്ചോണം, കഴിഞ്ഞതിന് ചോദിച്ചു. മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. അടുത്തേതാ, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടൽ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങളിലും വിപണി ശക്തികളിലും ഉണ്ടാകുന്ന ഇടപെടൽ ഉണ്ടല്ലോ, അത് നേടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. അടുത്ത പോയിന്റ് ഒക്കെ പ്രബല മധ്യവർഗത്തെ കണ്ടോ, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അപ്പൊ ആ വായിച്ച ഒരു ഐഡിയ ഉണ്ടാക്കുക. പ്രബല മധ്യവർഗത്തെയാണ് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സജീവമായ പങ്കാളിത്തത്തോടെ രാജ്യത്തിന്റെ നേട്ടത്തിനായി തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുക്കുക. ഇത് ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ലാസ്റ്റ് 10 പോയിന്റ് അല്ല, പ്രധാനമായിട്ടും കുറച്ച് പോയിന്റുകളുണ്ട്. കരുത്തുള്ള സംസ്ഥാനങ്ങൾ കരുത്തുള്ള രാജ്യം സൃഷ്ടിക്കുന്നു എന്ന സങ്കല്പത്തോടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഫെഡറലിസം വളർത്തുക. കരുത്തുള്ള സംസ്ഥാനങ്ങൾ കരുത്തുള്ള രാജ്യം സൃഷ്ടിക്കുന്നു എന്ന സങ്കല്പത്തോടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഫെഡറലിസം വളർത്തുക. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ നിന്നും വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കണ്ടോ. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത ആൾക്കാർ കാണുമല്ലോ, അപ്പൊ അവരെ പ്രത്യേക ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് കൊണ്ടുവരിക. ദേശീയ സുരക്ഷയുടെ താല്പര്യങ്ങൾ കണക്കിലെടുത്ത് സാമ്പത്തിക നയങ്ങൾ ആവിഷ്കരിക്കുക. ഇത്രയാണ് ആ പോയിന്റുകൾ. 2-3 വട്ടം വായിച്ച് മനസ്സിലാക്കുക. ചിലപ്പം സ്റ്റേറ്റ്മെന്റിൽ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്, അപ്പൊ ആ പോയിന്റിൽ ചെറിയൊരു വാക്കായിരിക്കും തെറ്റായിട്ട് തരുന്നത്, അതൊന്ന് ശ്രദ്ധിച്ചോണം. വന്ദേ ഭാരത് എക്സ്പ്രസ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് 2019 ഫെബ്രുവരി 15-നാണ്. അതിനേക്കാൾ കൂടുതൽ കേരളത്തിലായിരിക്കും ചോദിക്കുന്നത്. ഇന്ത്യയിൽ വന്നതാണ് 2019 ഫെബ്രുവരി 15. കേരളത്തിൽ ആദ്യമായി വന്നത് 2023 ഏപ്രിൽ 25 അല്ലെ. ഈ ഡേറ്റ് വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? വാട്ടർ മെട്രോ അല്ലെ, കൊച്ചി വാട്ടർ മെട്രോ വന്നത് ഇതേ ഡേറ്റിലല്ലേ ആണ്. 2023 ഏപ്രിൽ 25 രാജ്യത്തെ 14ാമത്തെ ട്രെയിനാണ് നമ്മുടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. പിതാവ്, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് സുധാൻഷു മണിയാണ് കേട്ടോ. 180 കിലോമീറ്റർ ആണ് അതിന്റെ വേഗത പറയുന്നത്. 150.
ആദ്യകാല നാമം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യകാല നാമം ട്രെയിൻ 18 എന്നതായിരുന്നേ. ട്രെയിൻ 18 എന്ന്. ലോഗോ ഓടുന്ന ചീറ്റയാണ്. നിർമ്മിച്ചത് മേക്കിംഗ് ഇന്ത്യ, ഇന്ത്യയുടെ ഒരു പദ്ധതിയാണ് മേക്കിംഗ് ഇന്ത്യ. പുതിയ ആൾക്കാർ ഓർത്തു വെച്ചിരിക്കണം. അതിന്റെ ഭാഗമായി ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ, കേട്ടോ, മേക്കിംഗ് ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമായി ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇത് നിർമ്മിച്ചത്. ആദ്യ റൂട്ട് ന്യൂഡൽഹി മുതൽ കാൺപൂർ വരെയും അലഹബാദ് മുതൽ വാരണാസി വരെയുമാണ്. ഇന്ത്യയിൽ 2 ട്രെയിനാണ് ആദ്യം ഓടിയത്. ന്യൂഡൽഹി മുതൽ കാൺപൂർ വരെയും അലഹബാദ് മുതൽ വാരണാസി വരെ. എവിടെ ആദ്യം നിർമ്മിച്ചത്? ഇതിന്റെ കോച്ചുകൾ നിർമ്മിച്ചത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട്. ആദ്യകാല നാമം എന്തായിരുന്നത്? ട്രെയിൻ 18. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിൻ ഇല്ലാത്ത ട്രെയിൻ എന്ന് വന്ദേ ഭാരത് എക്സ്പ്രസിനെ വിളിക്കാം. ഇന്ത്യയിൽ ആദ്യമായി 180 ഡിഗ്രി കറങ്ങുന്ന സീറ്റുകൾ ലഭ്യമാക്കുന്ന ട്രെയിൻ എന്ന് വിളിക്കാം. ദക്ഷിണേന്ത്യയിൽ ആദ്യ റൂട്ട് വന്നത് ചെന്നൈ മൈസൂരാണ്. ദക്ഷിണേന്ത്യയിൽ വന്ദേ ഭാരതത്തിന്റെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആയിട്ട് അറിയപ്പെടുന്നത് സുരേഖ യാദവാണ്. ആദ്യ വനിത ലോക്കോ പൈലറ്റ്. എത്രയും ഓർത്തു വെച്ചിരിക്കണേ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരുവനന്തപുരം ടു കാസർഗോഡ് തന്നെയായിരുന്നു അല്ലെ. ഈ നമ്മുടെ ഇല്ലാത്ത 2 വന്ദേ ഭാരത് പോവാത്ത 2 ജില്ല ഇടുക്കിയും വയനാടും. അതായത് ആ റൂട്ടില്ല, ബാക്കി 2 ജില്ലയും 12 ജില്ലയും ഓടുന്നുണ്ട്. ഇനി രാസമാറ്റത്തിന് താഴെ പറയുന്ന ഉദാഹരണങ്ങൾ എഴുതാൻ. രാസമാറ്റം ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് രാസമാറ്റം. രാസമാറ്റവും ഭൗതിക മാറ്റവും ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. അത് പാല് പുളിച്ച് തൈരാകുന്നത്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതും പാല് പുളിച്ച് തൈരാകുന്നത്, പഞ്ചസാര ചൂടാകുന്നത് രാസമാറ്റം, മെഴുകുതിരി കത്തുന്നത് രാസമാറ്റം, മാങ്ങ പഴുക്കുന്നത് രാസമാറ്റം, വിറക് കത്തി ചാരമാകുന്നത്, ആഹാരം ദഹിക്കുന്നത്. ഇതൊക്കെ ഏതാണ്? രാസമാറ്റത്തിന് ഉദാഹരണം നമുക്ക് പറയാം. ഓർത്ത് വെക്കണേ. ചിലപ്പോൾ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ കിടന്ന് കൺഫ്യൂഷൻ വരരുത്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുക, പാല് പുളിച്ച് തൈരാകുക, പഞ്ചസാര ചൂടാകുക, മെഴുകുതിരി കത്തുന്നത്, മാങ്ങ പഴുക്കുന്നത്, വിറക് കത്തി ചാരമാകുന്നത്, ആഹാരം ദഹിക്കുന്നത്, നിലവിളക്ക് കത്തുന്നത്, മാവ് പുളിച്ച് പൊങ്ങുന്നത്. ഇതൊക്കെ നമുക്ക് രാസമാറ്റമായിട്ട് പറയാം. ഭൗതിക മാറ്റം നോക്കെ. ജലം തിളയ്ക്കുന്നത്, കേട്ടോ, മെഴുകു ഉരുകുന്നത്, മെഴുകുതിരിയുടെ അല്ല, മെഴുകു ഉരുകി വരുന്നത്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത് ഭൗതിക മാറ്റമാണ്. ഗ്ലാസ് പൊട്ടുന്നത്, ജലം തണുത്ത് ഐസാകുന്നത്. ഗ്ലാസ് പൊട്ടുന്നത്, ജലം തണുത്ത് ഐസാകുന്നത്. ഇതൊക്കെ എഴുതി പറയാടെ ഭൗതിക മാറ്റത്തിന് നമുക്ക് ഉദാഹരണങ്ങളായിട്ട് പറയാവുന്നതാണ്. ജലം നീരാവിയാകുന്നതും ഭൗതിക മാറ്റം. അപ്പൊ ഏതൊക്കെ ഉണ്ടടെ ഭൗതിക മാറ്റത്തിന്? ജലം തിളയ്ക്കുന്നത്, പിന്നെ നീരാവിയായി പോകുമല്ലോ. മെഴുകുരുകുന്നത്, പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത്, ഗ്ലാസ് പൊട്ടുന്നത്, ജലം തണുത്ത് ഐസാകുന്നത്, ജലം നീരാവിയാകുന്നത്. ഓർത്ത് വെച്ചിരിക്കണേ. അത് കൊച്ചൊരു പോയിന്റ് ആണ്. നമ്മൾ ചിലപ്പോൾ വിട്ടുപോയ ഒരു ഭാഗം ആയതുകൊണ്ടാണ് അത് ഒന്ന് ഇമ്പോർട്ടന്റ് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞത്. അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതും പലരും പുതിയ ആൾക്കാർ തെറ്റിക്കാം. അല്ലാത്ത സംസ്ഥാനം, ഉത്തരയാന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത്. കോഡെങ്കിലും ഉണ്ടാവും. ഒത്തിരി പേര് കുറെ കോഡുണ്ട്, എനിക്കും ഉണ്ട് കോഡ്. പക്ഷെ ഞാൻ പറയുന്ന കോഡ് ഈ അവസാന നിമിഷം നിങ്ങൾ കോഡ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ ഒരു നാക്ക്. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ PSC പഠിക്കാം. അപ്പൊ ആ മാപ്പ് ശ്രദ്ധിക്കും. ഇന്ന റൂട്ടിലൂടെ ഇന്ന സ്റ്റേറ്റ് കടന്നു പോകുമ്പോൾ അതിലൂടെ അങ്ങനെ എന്റെ മനസ്സിലേക്ക് മാപ്പ് വരുമ്പോൾ ഇന്ന സ്റ്റേറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റിൽ പോകുന്നു, ഇന്ന സ്റ്റേറ്റ് അങ്ങനെയില്ല. അതാ ഉത്തരയാന രേഖയുടെയൊക്കെ ഞാൻ പഠിച്ചു വെച്ചത്. ഇനി നിങ്ങൾക്ക് മനസ്സിൽ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. ഇതങ്ങ് പഠിച്ച് ഉത്തരയാന രേഖ കടന്നു പോകുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട്? 8 സംസ്ഥാനങ്ങളുണ്ട്. ഓക്കെ, തെറ്റുകൂടാതെ പഠിക്കണേ. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. 3 ഏതാണ്? ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡും ജാർഖണ്ഡും, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഒന്നുകൂടെ പറഞ്ഞേ. ഉത്തരയാന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. പിന്നെ പുതിയ 2 സ്റ്റേറ്റ് ഏതൊക്കെയാ? ഛത്തീസ്ഗഡും ജാർഖണ്ഡും. ഓക്കെ, പിന്നെ പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. എത്ര ഡിഗ്രിയാണ് ഉത്തരയാന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്? 23.5 ഡിഗ്രി വടക്കും ഓർമ്മയാണ്. 23.5 ഡിഗ്രി വടക്കാണ് ഉത്തരയാന രേഖ കടന്നു പോകുന്നത്. മറന്നുപോരുത്, അത് നല്ലൊരു പോയിന്റ് ആണ്. അടുത്തത് ഓക്കെ, ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതും പലരും വിട്ടുപോയിരിക്കുകയായിരിക്കും. ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭയുള്ള എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് നോക്കെ. മൊത്തം ആന്ധ്രാപ്രദേശ്, തെലങ്കാന. അതിനെ വിഭജിച്ച തെലങ്കാനയ്ക്കും ദ്വിമണ്ഡല സഭയുണ്ട്. കർണാടകയ്ക്കും ദ്വിമണ്ഡല സഭയുണ്ട്. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. ഇത്രയാണ് ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാ? ആന്ധ്രാപ്രദേശും തെലങ്കാനയും കർണാടകയും. താഴോട്ട് വന്നാൽ ഇവർ 3 പേരും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക. ബീഹാർ,
ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. അപ്പൊ ഇന്ത്യയിൽ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. കിട്ടുമല്ലോ, നല്ലൊരു പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് ഒക്കെ ബജറ്റിനെ കുറിച്ച് ഞാൻ ഓരോ വിഹിതം മാറ്റി വെച്ചിരിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് ആ ബജറ്റിന്റെ കാലയളവിലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചായിരുന്നു, അല്ലെ LD-ക്കൊക്കെയാ ചോദിക്കുന്നതും. അതുകൊണ്ടൊന്ന് ഓർത്തു വെച്ചിരിക്കണേ, 2024 ബജറ്റിൽ മാറ്റി വെച്ചിരിക്കുന്ന പരാമർശിക്കുന്ന പണം ചെലവാക്കുന്ന ശതമാനങ്ങൾ ഒന്ന് ഓർത്തു വെച്ചുക. സംസ്ഥാന ടാക്സ് നികുതി വിഹിതം 20% ബജറ്റിൽ വെച്ചിരിക്കുന്നത്. വിഹിതം പലിശ അടവ് 20%. ഓർത്തു വെക്കണേ, പുതിയ ആൾക്കാർക്ക് ഉള്ള ഇതൊക്കെ എന്തുവാന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ സീനിയർകാർക്കും ഇച്ചിരി നല്ല ലെവലായവർക്കും അറിയാം. ഇത് പരീക്ഷയ്ക്ക് ഓപ്ഷൻ ആയിട്ട് ചോദിച്ചു, 2-3 പരീക്ഷയ്ക്ക് ചോദിച്ചു. അതുകൊണ്ട് ഈ വർഷത്തെ ബജറ്റിനെ കുറിച്ച് ഇതങ്ങ് പഠിക്കും. പലിശ അളവിൽ മാറ്റിവെച്ചിരിക്കുന്ന എത്ര ശതമാനം? 20. കേന്ദ്ര പദ്ധതികൾക്ക് 16% മാറ്റിവെച്ചു. മറ്റു ചിലവുകൾക്ക് 10%. ഫിനാൻസ് കമ്മീഷൻ മറ്റു ട്രാൻസ്ഫറുകൾക്ക് 8% മാറ്റിവെച്ചു. പ്രതിരോധത്തിനും 8%. ഏതൊക്കെയാണ്? സംസ്ഥാന തീരുവ നികുതി വിഹിതത്തിന് 20, പലിശ അടവിന് 20%, ഇവർക്ക് രണ്ടുപേർക്കും 20%. കേന്ദ്ര പദ്ധതികൾ, വേറെ പദ്ധതി വരുന്നുണ്ട്, കേന്ദ്ര പദ്ധതി 16, മറ്റ് ചിലവുകൾക്കായിട്ട് ഒരു 10%. ഫിനാൻസ് കമ്മീഷനും മറ്റ് ട്രാൻസ്ഫറുകൾക്കും 8%, പ്രതിരോധം 8%. അടുത്ത നോക്കേ, കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾക്ക് 8%, സബ്സിഡി ആയിട്ട് 6%, പെൻഷൻ 4. ഇതൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്, ഇത് 3 ചോദിക്കുന്നുണ്ട്. കേന്ദ്രം സ്പോൺസർ ചെയ്ത പദ്ധതിക്ക് എത്ര ശതമാനം മാറ്റിവെച്ചു? 8%, സബ്സിഡി 6%, പെൻഷൻ 4%. ഇനി ബജറ്റിൽ പരാമർശിക്കുന്ന ഓരോ രൂപയും വരുന്നത് ഇനി തിരിച്ചു വരണ്ടേ, ഇങ്ങോട്ട് വരുന്നത്, ഇവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ശതമാനങ്ങളാണ് പറഞ്ഞത്. ഇനി ബജറ്റിൽ പരാമർശിക്കുന്ന ഓരോ രൂപയും വരുന്നത് കടമെടുപ്പ് മറ്റ് ബാധ്യത ആയിട്ട് വരേണ്ടത് 28%, ഇൻകം ടാക്സ് ആയിട്ട് വരേണ്ടത് 19%, GST മറ്റു നികുതികളും 18%, GST മറ്റു നികുതികളും വരുന്നത് 18%, കമ്പനി നികുതി 17%, നികുതി ഇതര വരുമാനം 7%, കടമെടുപ്പും മറ്റു ബാധ്യതകളും 28%, ആദായ നികുതിയുടേത് 19%, GST മറ്റു നികുതികളും 18%, കമ്പനി നികുതി 17%, നികുതി ഇതര വരുമാനം എത്ര? 7%. നികുതി എക്സൈസ് തീരുവ 5, കസ്റ്റംസ് തീരുവ 4, കടമല്ലാത്ത മൂലധന വരവ് 1%, മറ്റു വരുമാനം ഇത് കിട്ടുന്നത് 1%. 2 തിരിച്ചു വെച്ചേക്കണം. അപ്പൊ അങ്ങോട്ട് പോകുന്ന തുകയും മറന്നു പോരുത്. അങ്ങോട്ട് പോകുന്ന തുകകളെല്ലാം നമ്മൾ ആ പെർസെന്റേജ് ഇതാ കൂടുതൽ കണ്ടിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ രണ്ടാമത്തെയും കൂടെ പഠിച്ചേരെ, ചിലപ്പോൾ നമ്മൾ മറ്റേത് മാത്രം കേട്ട ബജറ്റിൽ പരാമർശിക്കുന്ന ഓരോ രൂപയും വരുന്നത് കടമെടുപ്പ് മറ്റ് ബാധ്യതയായിട്ട് 28, ആദായ നികുതിയിൽ നിന്ന് 19% വരുന്നു, GST മറ്റു നികുതിയിൽ നിന്ന് 18%, കമ്പനി നികുതികൾ 17%, നികുതി ഇതര വരുമാനം 7%, എക്സൈസ് തീരുവ 5%, കസ്റ്റംസ് തീരുവ 4%, കടമല്ലാത്ത മൂലധന വരവ് 1%, മറ്റ് വരുമാനം 1%. ഓക്കെ, അതൊന്നും ഓർമ്മ. ഖാരിഫ് റാബി വിളകളെ കുറിച്ച് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാ, എന്നാലും ഞാൻ മെയിൻ ടോപ്പിക്ക് തന്നില്ലെങ്കിൽ വിട്ടുപോയി എന്ന് പറയത്തില്ലേ. ഖാരിഫ് വിളവിറക്കുന്ന മാസം ഏതാണ്? വിളവിറക്കൽ എന്ന് പറയുന്നത് ജൂൺ മാസത്തിലെ ആരംഭവും വിളവെടുക്കുന്നത് നവംബർ മാസത്തിലെ ആദ്യവാരം. ഇങ്ങനെ സ്കൂൾ ടെസ്റ്റിൽ ചിലപ്പോൾ ഒക്ടോബർ എന്നായിരിക്കും കിടക്കുന്നത്, അപ്പൊ അത് എഴുതിയാലും മതി. അല്ലെങ്കിൽ നവംബർ മാസത്തിലെ ആദ്യവാരം എന്ന് പറയുമ്പോൾ അവർ സ്കൂൾ ടെസ്റ്റ് നോക്കിയായിട്ടേക്കുന്നത്. അപ്പൊ ജൂണിൽ ഇറക്കി ഒക്ടോബർ അവസാനം വരുന്നു, അല്ലെങ്കിൽ ഏതാ നവംബർ ആദ്യവാരം എടുക്കുന്നു, നവംബർ ആദ്യവാരം വിളവെടുക്കുന്നു. ഏതൊക്കെയാണ് പ്രധാന ഖാരിഫ് വിളകൾ? ഏതെങ്കിലും ഒരെണ്ണം നല്ലവണ്ണം അങ്ങ് പഠിച്ചേരാ, കോഡ് ഉണ്ടാക്കി അങ്ങ് പഠിച്ചേരാ. അപ്പൊ മറ്റേത് ഇതിലില്ലാത്തതെല്ലാം റാബി വിളയാണെന്ന് പഠിച്ചാൽ മതി കേട്ടോ. നെല്ല്, ചോളം, പരുത്തി, ചണം, നിലക്കടല. നെല്ല്, ചോളം, പരുത്തി, ചണം, നിലക്കടല. എള്ള്, കരിമ്പ്, റാഗി, ബജറ. എള്ള്, കരിമ്പ്, റാഗി, ബജറ. ഇത് ഇത്രയേതാണ് പ്രധാന ഖാരിഫ് വിളകളാണ് കേട്ടോ. ഓർത്തു വെക്കുക. ജോബർ, സോയാബീൻ, സൂര്യകാന്തി. അപ്പം ഖാരിഫ് വിളകൾ നെല്ല്, ചോളം, പരുത്തി, ചണം, നിലക്കടല, എള്ള്, കരിമ്പ്, റാഗി, ബജറ. പിന്നെ ഏതാണ്? ജോവർ, സോയാബീൻ, സൂര്യകാന്തി. റാബി വിളകൾ നോക്കാം. വിളവിറക്കൽ കാലം നവംബർ മധ്യം മുതൽ ശൈത്യകാല ആരംഭം വരെ. വിളവെടുപ്പ് കാലം മാർച്ച് വേനലിന്റെ ആരംഭമാണ്. മാർച്ച് വേനലിന്റെ ആരംഭത്തോടുകൂടി. തെറ്റിപ്പോരുത്, ഇത് എല്ലാവരും വിളവ് മാത്രം പഠിച്ചിട്ട് ഈ ഒരു പോർഷൻ കൂടെ പഠിക്കണേ. വിള ഇറക്കൽ കാലം നവംബർ മധ്യേ തുടങ്ങുന്നു, വിളവെടുക്കുന്നത് മാർച്ച് വേനലിന്റെ ആരംഭത്തോടുകൂടി. പ്രധാനപ്പെട്ടത് ഗോതമ്പ്, പുകയില, പയറുവർഗ്ഗങ്ങൾ, കടുക്, ബാർലി. ഗോതമ്പ്,
പുകയില. ഗോതമ്പ് എപ്പോഴും ചോദിക്കുന്നത്, ഗോതമ്പ് റാബിയാണ്. പുകയില, പയറുവർഗ്ഗങ്ങൾ, കടുക്, റാബി, അത് എത്രയും പഠിക്കണം. പിന്നെ നമുക്കൊരു സൈദ് വിളയില്ലേ, വിളവിറക്കുന്നത് മാർച്ച് വേനലിന്റെ ആരംഭം അല്ലെ, വിളവെടുക്കുന്നത് ജൂൺ മാസത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. പ്രധാന വിള പഴം, പച്ചക്കറി എന്ന് പറയുന്നത് വേനൽക്കാല വിള എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, പേര് തന്നെ അല്ലെ. പഴം, പച്ചക്കറികൾ ഏതാണ്? സൈദ് വിളയിലാണ് പഴം, പച്ചക്കറിയിൽ ഉൾപ്പെടുന്നത്. അടുത്ത നോക്കാം, മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യ പത്രം ഏതാ? മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യ പത്രം 1847 ജൂണിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നും ജർമ്മനിക്കാരനായ ഹെർമൻ ഗുണ്ടർട്ട് അല്ലെ, ഹെർമൻ ഗുണ്ടർട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. കണ്ടോ, ജൂണിലാണ്. കണ്ടോ, 1847 ജൂണിൽ. അതായത് രണ്ടാമത്തെ പത്രവും അതേ വർഷം വരുന്നുണ്ട്. അതാണ്ട് പശ്ചിമോദയമാണ് മലയാളത്തിലെ രണ്ടാമത്തെ പത്രം. 1847 ഒക്ടോബറിൽ ഇതേ സ്ഥലം, ഇതേ വ്യക്തി, തലശ്ശേരിയിലെ ബംഗ്ലാവിൽ നിന്നും ഹെർമൻ ഗുണ്ടർട്ട്. അപ്പൊ മലയാളത്തിലെ ആദ്യ പത്രവും രണ്ടാമത്തെ പത്രം ഏതാ? ആദ്യ പത്രവും രണ്ടാമത്തെ പത്രവും രാജ്യസമാചാരം. പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? പ്രസിദ്ധീകരിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 1847. ആദ്യ പത്രം രാജ്യസമാചാരം, രണ്ടാമത്തെ പത്രം പശ്ചിമോദയം. രണ്ടും ഒരാള് ജൂണില്, ഒരാള് ഒക്ടോബറില്. ഹെർമൻ ഗുണ്ടർട്ടാണ് പ്രസിദ്ധീകരിച്ചത്. കിട്ടുമല്ലോ. അടുത്ത പോയിന്റ് ഒക്കെ, കേരളത്തിലെ ആദ്യ ശാസ്ത്ര മാസിക ഇദ്ദേഹത്തിന്റെ പശ്ചിമോദയം എന്ന് തന്നെയാണ് പറയുന്നത്. ഹെർമൻ ഗുണ്ടർട്ടിന്റെ കേരള പഴമ, കേരള ഉൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങളൊക്കെ ഈ മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ കേരളത്തിലെ ആദ്യ ശാസ്ത്ര മാസിക എന്ന് പറയുന്നത് പശ്ചിമോദയം തന്നെയാണ്. ഹെർമൻ ഗുണ്ടർട്ടിന്റെ കൃതികൾ കണ്ടോ, കേരള പഴമ, കേരള ഉൽപ്പത്തിയൊക്കെ ആരുടെയാണ്? ഹെർമൻ ഗുണ്ടർട്ടിന്റെ കൃതികളാണ്. ഒരു അച്ചടിശാലയിൽ നിർമ്മിച്ച ആദ്യ മലയാള പത്രം എന്ന് ചോദിച്ചാൽ ജ്ഞാന നിക്ഷേപമാണ് പറയേണ്ടത്. 1848 കോട്ടയം CMS പ്രസ്സിലാണ് ആദ്യമായിട്ട് അച്ചടിച്ചത്. അപ്പോൾ ഒരു അച്ചടിശാലയിൽ നിർമ്മിച്ച ആദ്യ പത്രം ഏതാണ്? ജ്ഞാന നിക്ഷേപം. 1848 തിരുവിതാംകൂറിലെ ആദ്യ പത്രം എന്നറിയപ്പെടുന്നു. അച്ചുകൂട ഉപയോഗിച്ച് ആദ്യമായി വന്ന പത്രം എന്നറിയപ്പെടുന്നു. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ മാഗസിൻ എന്നറിയപ്പെടുന്നു. വാർത്തകളോടൊപ്പം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രം. ജ്ഞാന നിക്ഷേപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ പുല്ലേലി കുഞ്ചു. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ എഴുതി, അല്ല, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരും. ഞാൻ ആദ്യമായിട്ട് ഒരു അച്ചടിശാലയിൽ നിർമ്മിച്ച പത്രത്തിൽ വന്ന ആദ്യ പ്രസിദ്ധീകരണം ഏതാണ്? പുല്ലേലി കുഞ്ചു. മറന്നുപോരുത്. തിരുവിതാംകൂറിലെ ആദ്യ പത്രം ഏതാ? അത് ആദ്യ പത്രം ഏതെന്ന് വെച്ചാൽ ജ്ഞാന നിക്ഷേപമാണ്. അടുത്ത നോക്കേ, കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം വെസ്റ്റേൺ സ്റ്റാർ ആണ്. ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം EMS ആണ്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം പ്രഭാതം കൊണ്ടുവന്നത് ആരാണ്? EMS. ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം ഏതാ? പ്രഭാതം, EMS. ഇനി മിതവാദി എന്നൊരു പത്രത്തെ കുറിച്ച് ഒരെണ്ണമുണ്ട്. മിതവാദി എന്ന് പറയുന്നത് ആരാന്നറിയാമോ? മിതവാദി പത്രത്തിനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചോണേ. ആദ്യം അത് തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. 1907 T. ശിവശങ്കരൻ സ്ഥാപിക്കുന്നു. ഇതിന്റെ ആദ്യത്തെ പത്രാധിപൻ മൂർക്കോത്ത് കുമാരനൊക്കെ ആയിരുന്നു ആദ്യ പത്രാധിപൻ. എവിടുന്ന? കണ്ണൂര്, തലശ്ശേരിയിൽ നിന്ന്. ഇത് പിന്നീട് അങ്ങ് നിർത്തലാക്കി. ശ്രദ്ധിച്ചോണേ പോയിന്റ്. 1907 T. ശിവശങ്കരൻ സ്ഥാപിച്ചു. ഇതിന്റെ ആദ്യ പത്രാധിപൻ മൂർക്കോത്ത് കുമാരൻ. ഇത് തലശ്ശേരിയിലാണ് കൊണ്ടുവരുന്നത്. പക്ഷേ മിതവാദി പത്രം നിർത്തിയതിനു ശേഷം 1913 കോഴിക്കോട് നിന്ന് ആരംഭിച്ചത്. ഇങ്ങനെ എടുത്തു ചോദിച്ചു. കോഴിക്കോട് നിന്ന് ആരംഭിച്ചത് C. കൃഷ്ണനാണ്. അപ്പൊ 7 കൊണ്ടുവന്നത് കണ്ണൂര്, തലശ്ശേരിയിൽ നിന്നും, പിന്നീട് നിർത്തലാക്കിയിട്ട് വീണ്ടും തുടങ്ങിയത് കോഴിക്കോട് നിന്ന് C. കൃഷ്ണനാണ്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. 1917 നടന്ന റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രവും മിതവാദി പത്രമാണ് കേട്ടോ. 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച മാസിക മിതവാദിയാണ്. 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച മാസിക, ആദ്യത്തെ കൃതിയല്ലേ വീണപൂവ്, മിതവാദിയാണ്. റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പത്രം ഏതാണ്? മിതവാദി പത്രമാണ്. പ്രസിദ്ധീകരണം തുടരുന്ന നിലവിലെ കേരളത്തിലെ ഏറ്റവും പഴയ മലയാള പത്രം ദീപിക. 1887 കോട്ടയം മാനാനത്ത് നിന്നാണ്. നീതിരിക്കൽ മാണി കത്തനാരാണ് ഇതിന്റെ സ്ഥാപകൻ. അപ്പൊ നിലവിലെ ഏറ്റവും പഴയ പത്രം ദീപികയാണ്. 1887 കണ്ടോ, 87 വരുന്നത്. കോട്ടയം മാനാനത്ത് നിന്നാണ് സ്ഥാപകൻ. നീതിരിക്കൽ മാണി കത്തനാർ. ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ ആദ്യ മലയാള പത്രം ദീപികയാണ്. ദീപികയുടെ ആദ്യകാല നാമം നസ്രാണി ദീപിക എന്നറിയപ്പെടുന്നു. ദീപികയുടെ ആദ്യകാല നാമം ഏതാണ്? നസ്രാണി ദീപിക എന്നറിയപ്പെടുന്നു. അപ്പൊ ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ ആദ്യ മലയാള പത്രം ഏതാണ്? ദീപികയാണ്. 1887 ദീപിക വരുന്നത്. അടുത്ത നോക്കേ, മലയാള മനോരമ കമ്പനി ആയിട്ട് ആദ്യം വരുന്നത് 88. അതുകൊണ്ട് മലയാള മനോരമ എന്നു ചോദിച്ചാൽ 88 പറഞ്ഞാൽ മതി. തുടങ്ങിയത് ദിനപത്രമായിട്ട് തുടങ്ങിയത് 90-ലും. അത് അല്ല, ആദ്യം പത്രമായിട്ട് തുടങ്ങിയത് 90-ലും, ദിനപത്രമായത് 28-ലാണ് കേട്ടോ. ദിനപത്രമായത് എന്നാണ്? ദിനപത്രമായത് 28. ഇത് ദിനപത്രമായത്
1927 ഏതാ ദീപിക ദിനപത്രമായത് 1927 മലയാള മനോരമ പത്രം ദിനപത്രമായത് 28 എടുത്തു ചോദിച്ച ക്വസ്റ്റ്യനാ. സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, പേര് കൊടുത്തത് കേരളവർമ്മ വലിയ രണ്ടുപേരുണ്ടെന്ന് പറയാറുണ്ട്. പൊതുവെ നമ്മുടെ PSC കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്. അപ്പൊ എന്നാണ് മലയാള മനോരമ കമ്പനിയായിട്ട് വരുന്നത് 1888, പത്രമാവുന്നത് 90, 28 ദിനപത്രമാവുന്നു. ഓർത്തു വെച്ചിരിക്കണേ. മാതൃഭൂമി പത്രം എന്നാണ് സ്ഥാപിച്ചത് 23 ദിനപത്രമായത് 30 കേട്ടോ. മാതൃഭൂമി പത്രം വന്നതെന്ന 1923, ദിനപത്രമായതെന്നാണ് 1923 വരുന്നു, 30 പത്രമാവുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്നും ആദ്യ പത്രാധിപൻ KP കേശവമേനോൻ. അപ്പൊ മാതൃഭൂമി പത്രം സ്ഥാപിച്ചതാരാ? KP കേശവമേനോൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നത് KP കേശവമേനോനാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ കാലം അല്ലെ, കഴിഞ്ഞ കാലം. സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്നൊക്കെ ഒരു വാക്യം ഇതിനെ മാതൃഭൂമിയെ വിളിക്കാം. അപ്പം 87 ദീപിക, 88 മലയാള മനോരമ, 23 മാതൃഭൂമി പത്രം വരുന്നത്. കേരള കൗമുദി പത്രം വരുന്നത് നോക്കെ 1911 ദിനപത്രമാവുന്നത് 1940. CB കുഞ്ഞിരാമനാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. CB കുഞ്ഞിരാമനാണ് ഇതിന്റെ സ്ഥാപന. ആദ്യം കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ. എവിടെ നിന്ന്? കൊല്ലം ജില്ലയിലെ മയ്യനാട്. അപ്പൊ കേരള കൗമുദി പത്രം 1911 സ്ഥാപിക്കുന്നു, ദിനപത്രമാവുന്നത് 40. സ്ഥാപകൻ CB കുഞ്ഞിരാമൻ. സ്വദേശാഭിമാനി പത്രം നല്ലൊരു പോയിന്റ്. 1905 ആരംഭിച്ചത് 5 തെങ്ങ് നിന്നാണ് കേട്ടോ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് എന്നാണ് 1905 ആരാ സ്ഥാപിക്കുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആദ്യ എഡിറ്ററെ ചോദിക്കാറുണ്ട് കേട്ടോ, CP ഗോവിന്ദപിള്ള. രണ്ടാമത്തെ എഡിറ്ററെ നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വരാവും. അപ്പം സ്വദേശാഭിമാനി പത്രം 1905, ആസ്ഥാനം 5 തെങ്ങ്, സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള, രണ്ടാമത്തെ എഡിറ്റർ ആരാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. വിദേശ വാർത്തകൾക്കായി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സുമായി ബന്ധം സ്ഥാപിച്ച മലയാള പത്രം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? സ്വദേശാഭിമാനി പത്രം. ഫയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന് തുടങ്ങുന്നതാണ് ഈ പത്രത്തിന്റെ മുഖക്കുറിപ്പ് കേട്ടോ. അപ്പൊ അത് ചോദിക്കാം. ഫയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന് തുടങ്ങുന്ന മുഖക്കുറിപ്പ് ഏത് പത്രത്തിന്റെ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ഡേറ്റ് തെറ്റരുത്. 1910 സെപ്റ്റംബർ 26 മദ്രാസിലേക്കാണ് അല്ലെ. മദ്രാസിലെ തിരുനെൽവേലിക്കടുത്ത് അരുവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലമാണ്. മദ്രാസിലെ തിരുനെൽവേലിക്കടുത്ത് അരുവായ്മൊഴി. നാട് കടത്തിയത് അന്നത്തെ ദിവാനായിരുന്ന P രാജഗോപാലാചാരി കേട്ടോ. അന്ന് ശ്രീമൂലം തിരുനാളാണ് രാജാവ്, നാട് കടത്തുന്നത് ദിവാന P രാജഗോപാലാചാരി. എന്നാണ് അദ്ദേഹത്തെ നാട് കടത്തുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുന്നത് 1910 സെപ്റ്റംബർ 26. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണെന്നറിയാമോ? എന്റെ നാടുകടത്തൽ. എന്റെ നാടുകടത്തൽ എന്നറിയപ്പെടുന്നത് ആരുടെ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേര്. കേരളൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. കേരളൻ എന്നും കേരളത്തിന്റെ വോൾട്ടേർ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കോഴിക്കോട് നിന്ന് അല്ലമീൻ എന്ന പത്രം സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കേട്ടോ. കോഴിക്കോട് നിന്ന് അല്ലമീൻ എന്ന പത്രം ആരുടെയാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേട്ടിട്ടുണ്ടോ അല്ലമീൻ? മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നതും കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചതാര് എന്നൊക്കെ ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അല്ലയോടെ ആണ്. അപ്പൊ അല്ലമീൻ എന്ന പത്രം ഇദ്ദേഹത്തിന്റെ. കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രമായ സന്ദിഷ്ടവാദി ഈ ആരുടെയാണെന്നറിയാമോ? WH മൂറാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം ഏത് എന്ന് ചോദിച്ചാൽ സന്ദിഷ്ടവാദി WH മൂർ. പിന്നെ കേസരി എന്ന് പറഞ്ഞൊരു പത്രം ഇല്ലേ നമുക്ക്? കേസരി ബാലകൃഷ്ണപിള്ള 1930 കേസരി എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? 1930. അൽ ഇസ്ലാം, മുസ്ലിം എന്നീ പത്രങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. അപ്പൊ അല്ലമീൻ ആരുടെയാ? മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെയും. അൽ ഇസ്ലാം എന്നും മുസ്ലിം എന്നീ പത്രങ്ങളൊക്കെ ആരുടെ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് അദ്ദേഹം അല്ലേ. മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ വേങ്ങയിൽ കുഞ്ഞിരാമനും രാമൻ നായനാരും. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനും. അപ്പൊ മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ. ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പേരില്ല. അത് ശ്രദ്ധിച്ചോണേ, അത് ഹാളിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണേ. അങ്ങനെ 10 ടോപ്പിക്ക് നമ്മൾ ഇന്ന് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങൾ ത്രിപുര, മിസോറാം,
ഇതെല്ലാം നമ്മൾ പഠിച്ചില്ലേ. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, അതല്ല ദ്വിമണ്ഡല സഭയുള്ളത് പഠിച്ചു. ഉത്തരയാന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ, ഖാരിഫ് റാബി വിള പഠിച്ചു. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ ആദ്യമൊക്കെ പഠിച്ചത് ഏതായിരുന്നു? കൾച്ചർ പഠിച്ചു. പിന്നെ വിപ്ലവം പഠിച്ചു. പിന്നെ മലയാള പത്രങ്ങൾ പഠിച്ചു. ഒത്തിരി നല്ല പോയിന്റുകളായി ഇന്ന് പഠിച്ചെന്ന് തോന്നുന്നു അല്ലെ. ഒരുവിധമൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. നമുക്ക് ഇച്ചിരി ഒന്ന് റിവിഷൻ നടത്തി നോക്കാം. ഓക്കെ, ആ 10 ടോപ്പിക് ഒന്ന് കവർ ചെയ്ത് വെക്കണേ. 40ാമത്തെ ടോപ്പിക്കായ ഇന്ത്യയിൽ ഈ പണനയം നടപ്പിലാക്കുന്ന ആരുടെ? ഒരു എക്കണോമിക്സിലെ ചോദ്യം. ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്നത് ഒരു സ്വതന്ത്ര ഏജൻസി. ആരാ? റിസർവ് ബാങ്കാ. മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത് മറന്നുപോരുത്. പണനയം ആരാടെ? പണനയം നടപ്പിലാക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. ധനനയം തയ്യാറാക്കുന്ന സമിതി ആര്? അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കേട്ടോ. ഫിസിക്കൽ പോളിസി. അപ്പം മോണിറ്ററി പോളിസി കൊണ്ടുവരുന്നത് റിസർവ് ബാങ്കും, ഫിസിക്കൽ പോളിസി കൊണ്ടുവരുന്നത് ആരാടെ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഹാളി പോകുമ്പോ തെറ്റിപ്പോരുതേ. അതുപോലെ ഈ ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം കുഞ്ഞൻ പിള്ളയെ. ആദ്യകാല നാമം കുഞ്ഞൻ പിള്ള. യഥാർത്ഥ നാമം ഏതാ? അയ്യപ്പനാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം ഏതാണ്? അയ്യപ്പൻ. എന്നാ ചട്ടമ്പി സ്വാമി ജനിച്ചത്? 1853 ഓഗസ്റ്റ് 25 അല്ലെ. ഓഗസ്റ്റ് 25 അല്ലേ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമല്ലേ ഇവിടെ ജീവകാരുണ്യ ദിനമായിട്ട് പറയുന്നത്? ഓഗസ്റ്റ് 25 ആണ് ജീവകാരുണ്യ ദിനം. ഓഗസ്റ്റ് 26 ഒരു ജീവകാരുണ്യ ദിനം. മദർ തെരേസയുടെ ജന്മദിനം. മദർ തെരേസയുടെ ജന്മദിനം ഓഗസ്റ്റ് 26 അന്താരാഷ്ട്ര ജീവകാരുണ്യ ദിനം. കേരളത്തിൽ ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് 25 ആണ് നമ്മൾ പറയേണ്ടത്. അത് ചട്ടമ്പി സ്വാമികളുടെ 2-3 കൃതികൾ പറഞ്ഞ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ: മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ഇതൊക്കെ ആരുടെ കൃതികളാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ചട്ടമ്പി സ്വാമികളാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമി. അപ്പൊ പ്രാചീന മലയാളം എപ്പോഴും ചോദിക്കുന്നത്, ആദിഭാഷ എപ്പോഴും ചോദിക്കുന്നതാണ്. മോക്ഷപ്രദീപ ഖണ്ഡനവും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ മോക്ഷപ്രദീപ ഖണ്ഡനം പോലെ ഈ പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. ഓഗസ്റ്റ് 25 ആണല്ലോ നമ്മുടെ ജീവകാരുണ്യ ദിനം. ഓഗസ്റ്റ് 29 കായിക ദിനം. കായിക ദിനം എന്തെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിന്റെ ജന്മദിനം. ഹോക്കി മന്ത്രികനായ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് കായിക ദിനമായിട്ട് നമ്മൾ പറയുന്നത്. ഓഗസ്റ്റ് 29 ഈ കേരള കായിക ദിനം ഏതാണെന്നറിയാമോ? സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13 GV രാജയുടെ ജന്മദിനം. ഗോദവർമ്മ രാജയുടെ ജന്മദിനം. അത് ഒക്ടോബർ 13. അപ്പൊ ഓഗസ്റ്റ് 29 ഏതാണ്? ദേശീയ കായിക ദിനം. ആരുടെയാ? ധ്യാൻചന്ദിന്റെ ആത്മകഥയുടെ പേര് പറഞ്ഞ ദ ഗോള് എന്നതായിരുന്നു. ദ ഗോള് അല്ലെ. എന്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണെന്നറിയാമോ? എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാടിന്റെ ആത്മകഥയാണ്. SK പൊറ്റക്കാടിന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം കോഴിക്കോടിന്റെ കഥാകാരനാണ്. കോഴിക്കോടിന്റെ കഥാകാരൻ. 2-3 കൃതികൾ പറയട്ടെ. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, നൈൽ ഡയറി, കബീന, വിഷകന്യക, സൂര്യന്റെ നാടിൽ. ഇതൊക്കെ ആരുടെ? നമ്മുടെ SK പൊറ്റക്കാടിന്റെ. ഒരു ദേശത്തിന്റെ കഥയിലെ നായകന്റെ പേര് ശ്രീധരനാണ്. ശ്രീധരൻ. അതുപോലെ ഒരു ദേശത്തിന്റെ കഥയിലെ ദേശം ചോദിച്ചാൽ അതിരാണിപ്പാടം. അതിരാണിപ്പാടം പശ്ചാത്തലമാക്കി എഴുതിയത് SK പൊറ്റക്കാടാണ്. അതുപോലെ ഒരു തെരുവിന്റെ കഥയിലെ തെരുവ് കോഴിക്കോട് മിഠായി തെരുവ്. ഓമഞ്ചി എന്ന കഥാപാത്രം ഒരു തെരുവിന്റെ കഥയിലാണ്. ഓമഞ്ചി എന്ന കഥാപാത്രം. അതുപോലെ SK പൊറ്റക്കാടിന്റെ സൂര്യന്റെ നാട്ടിൽ എന്ന് പറയത്തില്ലേ, അതിലെ ഫിൻലാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. സൂര്യന്റെ നാട്ടിലേതാണ്? ഫിൻലാൻഡിനെ കുറിച്ചാണ് സൂര്യന്റെ. ആഫ്രിക്ക പശ്ചാത്തലമാക്കി SK പൊറ്റക്കാട് എഴുതിയത് കബീനയാണ്. കബീന ആഫ്രിക്ക പശ്ചാത്തലമാക്കി എഴുതിയത്. അതുപോലെ പരീക്ഷയ്ക്ക് ഈ വയനാട്ടിലെ കുടിയേറ്റ കർഷകരുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ് വിഷകന്യക എന്ന് പറയുന്നത്. അപ്പൊ കോഴിക്കോടിന്റെ കഥാകാരനാരാണ്? SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിന്റെ ആത്മകഥ എന്റെ വഴിയമ്പലങ്ങൾ. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1980 80 SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം. എന്റെ വഴിയമ്പലങ്ങൾ അദ്ദേഹത്തിന്റെ ആണെങ്കിൽ എന്റെ വഴിത്തിരിവ് എന്ന ആത്മകഥ ആരുടെയാണെന്നറിയാമോ? അത് പൊൻകുന്നം വർക്കിയുടെയാണ്. എന്റെ വഴിത്തിരിവ് ആരുടെയായിരുന്നേ? പൊൻകുന്നം വർക്കി. ഈ ജൂമിങ് കൃഷിരീതിയും ജൂം കൃഷിരീതിയും ഉണ്ട്, തെറ്റിപ്പോയത്. ജൂമിങ് കൃഷിരീതി അരുണാചൽ പ്രദേശാണ്. ജൂം കൃഷിരീതി ആസാമിലാണ് കേട്ടോ. ജൂം കൃഷിരീതി എവിടെയാണ്? ആസാമിലും. ജൂമിങ് കൃഷിരീതി അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത കുറഞ്ഞത്. ജനസാന്ദ്രത കൂടിയത് ബീഹാർ. ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം
സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. പിന്നെ പശ്ചിമ ബംഗാൾ. മൂന്നാം സ്ഥാനം കേരളമുണ്ട്. ജനസാന്ദ്രതയിൽ മൂന്നാം സ്ഥാനം ആർക്കാ? കേരളം. ഒന്നാം സ്ഥാനത്ത് ബീഹാർ, രണ്ടാം സ്ഥാനത്ത് പശ്ചിമ ബംഗാൾ, 3 ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ്? അരുണാചൽ പ്രദേശാണ് ജനസാന്ദ്രത 1. ഈ ജനഗണമന പാടിയ വർഷം എന്ന 1911. വന്ദേ മാതരം പാടിയ വർഷം എന്ന 1896. രണ്ടും കൊൽക്കത്ത സമ്മേളനത്തിൽ തന്നെ. ജനഗണമന പാടുമ്പോൾ INC-യുടെ പ്രസിഡന്റ് BN ധാർഡറും വന്ദേ മാതരം പാടുമ്പോൾ റഹ്മത്തുള്ള സയാനിയുമായിരുന്നു. വന്ദേ മാതരം പാടുമ്പോൾ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനിയുമായിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. ഇത് രണ്ടും ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24. ജനുവരി 24 1950 ജനുവരി 24 അംഗീകരിച്ചത്. ജനുവരി 26 ദേശീയ മുദ്ര അംഗീകരിച്ചു, സിംഹമുദ്ര. 1950 ജനുവരി 26 ദേശീയ മുദ്ര, സിംഹമുദ്ര അംഗീകരിച്ചത്. ഓർത്തു വെച്ചിരിക്കണേ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിക്കനി ഏതാണെന്നറിയാമോ? ഏറ്റവും വലിയ കൽക്കരിക്കനി ജാറിയാണ് ഏറ്റവും വലുത് കേട്ടോ. ജാറിയ, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരിക്കനി എന്ന് ചോദിക്കും. അത് റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. പഴയത് ഏതാണ്? റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ ചണമില്ല് ഏതായിരുന്നു ആദ്യത്തെ? പശ്ചിമ ബംഗാളിൽ തന്നെ റിഷറ. ആദ്യത്തെ തുണിമില്ല് ഏതായിരുന്നു? തുണിമില്ല് ഫോർട്ട് ഗ്ലോസ്റ്റർ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല്. ചണമില്ല് റിഷറയാണ് നിങ്ങൾ പറയേണ്ടത്. ഓർത്തു വെക്കണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണക്കനി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മുംബൈ ഹൈ, ഏറ്റവും വലുത്. പഴയതാണ് ദിഗ്ബോയി. ആസാമിലെ ദിഗ്ബോയി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴയ എണ്ണക്കനി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായി ചിൽക്ക തടാകത്തിലാണ്. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, പക്ഷികളുടെ ദ്വീപൊക്കെ ചിൽക്ക തടാകത്തിലാണ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏതാന്ന് ചോദിച്ചിട്ടില്ലേ? സിക്കിമിലെ ചോലാമു തടാകം. ഏറ്റവും ഉയരത്തിലുള്ളത് ഏതാണ്? സിക്കിമിലെ ചോലാമു തടാകമാണ് ഉയരത്തിലുള്ള. അതുപോലെ ഈ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഫിലിപ്പൈൻസിലെ മനില. തെറ്റിപ്പോരുത്, ഫിലിപ്പൈൻസിലെ മനില. ADB-യുടെ ആസ്ഥാനം അവിടെയാണ്. ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം, ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഒഡീഷയിലെ കട്ടക്കാണ്. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചതും കട്ടക്കാണ്. കട്ടക്കിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി മഹാനദിയാണ്. കട്ടക്കിന്റെ തീരത്തൂടി ഒഴുകുന്നത് മഹാനദിയാണ്. ഓർത്തു വെച്ചിരിക്കുക. അമുല് സ്ഥാപിതമായ വർഷം അറിയാമോ? ഗുജറാത്തിലെ ആനന്ദിൽ അമുല് 1946. അപ്പൊ ഗുജറാത്തിലെ ആനന്ദിൽ അമുല് സ്ഥാപിതമായ വർഷം എന്ന 1946. നമ്മുടെ കേരളത്തിലെ മിൽമ വന്ന വർഷം ഏതാണെന്നറിയാമോ? മിൽമ 1980. കേരളത്തിൽ മിൽമ വന്ന വർഷം എന്നാണ് 1980. ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ. ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ആസ്ഥാനം. പക്ഷെ നിങ്ങളോട് ചോദിക്കും ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രം, അത് ഹരിയാനയിലെ കർണാലാണ്. ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദാണ്. ക്ഷീര വികസന ഗവേഷണ കേന്ദ്രം ഹരിയാനയിലെ കർണാൽ. എന്തായിരുന്നു കർണാൽ? വേറൊന്നും പഠിച്ചിട്ടുണ്ടല്ലോ. കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം ചോദിച്ചിട്ടില്ലേ? കൽപ്പന ചൗള ജനിച്ചതും ഹരിയാനയിലെ കർണാലാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ജലപാത ഏതാണ്? ഏറ്റവും വലിയ ദേശീയ ജലപാത NW1, ഗംഗയും അവയുടെ പോഷക നദി. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ഈ 3 നദിയിലാണ് ദേശീയ ജലപാത 1. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്. ദേശീയ ജലപാത 3 നമ്മളുടെ. ദേശീയ ജലപാത 3 ഏതാണ്? നമ്മളുടെയാണ് ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്. NW ഏതായിരുന്നു? NW നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. പിന്നെ ഈസ്റ്റ് കോസ്റ്റ് കനാൽ NW5 ആണ്. NW3 ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാൽ. NW5 ഏതാണ്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ. ഈ താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയത്തേ ഉള്ളൂ. ആ പോയിന്റ് ശ്രദ്ധിച്ചോണം. താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അപ്പൊ തിരിച്ചു നോക്കെ, താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുന്നു എന്നതാണ്. പിന്നെ ഇതുപോലെ ഈ പരീക്ഷിക്കേണ്ടതാണ് ഏറ്റവും വലിയ സമുദ്രം ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. റിംഗ് ഓഫ് ഫയറും പസഫിക് സമുദ്രത്തിലാണ്. റിംഗ് ഓഫ് ഫയർ. പക്ഷെ ബർമുഡ ട്രയാങ്കിൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ്. അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി S ആകൃതി. ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി D ആകൃതിയാണ്. ആർട്ടിക് സമുദ്രം D ആകൃതി, പസഫിക് സമുദ്രം ത്രികോണാകൃതി, അറ്റ്ലാന്റിക് സമുദ്രം S ആകൃതിയിലാണ്. ടൈറ്റാനിക് ദുരന്തം നടന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഏറ്റവും വലിയ സമുദ്രം ഏതാ? പസഫിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രം. അതിന്റെ മറ്റൊരു പേര് ശാന്ത സമുദ്രം എന്ന് പേര് കൊടുത്തത് മെക്കല്ലനാണ്. അതിന് പേര് കൊടുത്തത്.
അപ്പം ബെർമുഡ ട്രയാങ്കിൾ ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലും, റിംഗ് ഓഫ് ഫയർ എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണോ? അല്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. പക്ഷെ ഐക്യരാഷ്ട്ര സംഘടനയിൽ യൂറോപ്പിന്റെ ആസ്ഥാനം ജനീവയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനം ചോദിച്ചാൽ ഇത് പറയാം, ജനീവ പറയാം. WHO ആസ്ഥാനം, WTO ആസ്ഥാനം, സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം, ഇതൊക്കെ ജനീവ പറയാം. കേട്ടോ. ഈ കോമൺവെൽത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്നറിയുമോ? കോമൺവെൽത്ത് സംഘടന ലണ്ടനിലെ മാൾബറോ ഹൗസ്. കേട്ടോ. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ്. നാറ്റോയുടെ ആസ്ഥാനവും ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണെന്നറിയുമോ? സാർക്കിന്റെ നേപ്പാളിലെ കാഠ്മണ്ഡു. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാ? നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ആസ്ഥാനം എവിടെയെന്ന്. കുറച്ചേ പറഞ്ഞോളൂ, കുറെ നേരം ആയാലും നിങ്ങൾക്ക് അത് ഇതായാലോ എന്ന് വെച്ച് അടുത്ത ക്ലാസ്സിൽ വെച്ച് കൂടുതൽ റിവിഷൻ നടത്താം. ഇന്നത്തെ 10 ടോപ്പിക്കും അങ്ങ് പഠിച്ചു വെച്ചിരിക്കണേ. ആത്മവിശ്വാസത്തോടെ പോയിട്ട് വരിക, പഠിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു 10 ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.